മുതുവാൻ, മന്നാൻ ഗോത്ര വിഭാഗങ്ങൾ തമിഴ്നാട്ടിലെ വിവിധ സ്ഥലങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് മധുരയിൽ നിന്ന് ചോള, ചേര, പാണ്ഡ്യ രാജാക്കന്മാരുടെ യുദ്ധസമയത്ത് കേരളത്തിലേക്ക് പലായനം ചെയ്തവരാണ് മുതുവാൻ, മന്നാൻ തുടങ്ങിയ ഗോത്രവർഗക്കാർ എന്നത്രേ ഐതിഹ്യങ്ങൾ പറയുന്നത്. തമിഴ് ഇതിഹാസമായ ചിലപ്പതികാരത്തിൽ പറയുന്ന കോവിലൻ്റെ ഭാര്യമാരായ കണ്ണകയുടെയും മാധവിയുടെയും മക്കളാണ് മുതുവാൻ, മന്നാൻ ഗോത്രങ്ങൾ എന്നും ഐതിഹ്യങ്ങൾ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ ഈ കഥകൾക്കൊന്നും തെളിവുകൾ കണ്ടെത്താൻ കഴിയുന്നതല്ല. പിന്തുടരുന്ന ആചാര അനുഷ്ഠാനങ്ങളുടെയും താമസിക്കുന്ന സ്ഥലത്തിൻ്റെ സംസാരിക്കുന്ന ഭാഷയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ മുതുവാൻ ജനവിഭാഗത്തെ മലയാളം മുതുവാൻ എന്നും തമിഴ് പാണ്ടി മുതുവാൻ എന്നും നമുക്ക് രണ്ടായി തിരിക്കാം. ഇടുക്കി, എറണാകുളം ജില്ലകളിലായി 30ഓളം മലയാളം മുതുവാൻ കുടികളും 60ഓളം തമിഴ് മുതുവാൻ കുടികളും നിലവിലുണ്ട്. ഗവൺമെൻറ് കണക്ക് പ്രകാരം മുതുവാൻ സമൂഹത്തിൻ്റെ ജനസംഖ്യ ഏകദേശം 25,000 ഇന്നും രാജവംശത്തിൻ്റെ പ്രൗഢി നിലനിർത്താൻ ശ്രമിക്കുന്ന ഒരു ജനസമൂഹമാണ് മന്നാൻ ഗോത്രം. രാജാവും മന്ത്രിയും തണ്ടക്കാരൻ എന്ന പോലീസും കുടിയിലെ നിയമങ്ങൾ പാലിക്കാനായി ഊര് മൂപ്പന്മാരും ആത്മീയ കാര്യങ്ങൾക്ക് നേതൃത്വം നൽകാനായി കാണിമാരും എല്ലാം അടങ്ങുന്ന 4 മന്നാൻ 9 കാണി ചട്ടത്തിൽ ഒരു ജനതയെ മുഴുവൻ ഒറ്റക്കെട്ടായി നിർത്തുവാൻ ശ്രമിച്ച ഒരു പാരമ്പര്യം ഇടുക്കി ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലായി 55ഓളം കുടികളിൽ 2500ഓളം കുടുംബങ്ങളിലായി 10,000-ലധികം മന്നാൻ ജനങ്ങൾ വസിക്കുന്നതായി ഗവൺമെൻറ് കണക്കുകൾ സൂചിപ്പിക്കുന്നു. മന്നാൻ സമൂഹവും മലയാളം മുതുവാൻ സമൂഹവും സുവിശേഷത്തോട് പ്രതികരിച്ചെങ്കിലും തമിഴ് മുതുവാൻ സമൂഹം ഇന്നും പ്രതികരിച്ചിട്ടില്ല. ട്രൈബൽ മിഷൻ, CSI, ഈസ്റ്റ് കേരള ഡയോസിസ് ട്രൈബൽ മിനിസ്ട്രീസ്, AIFMI, ACBM എന്നീ സഭാവിഭാഗങ്ങളുടെ നേതൃത്വത്തിൽ ഇന്ന് 12 മുതുവാൻ കുടികളിലായി 500ഓളം മുതുവാൻ വിശ്വാസികളും 13 മന്നാൻ കുടികളിലായി 500ഓളം മന്നാൻ വിശ്വാസികളും ആരാധനയ്ക്കായി ഒത്തുചേരുന്നുണ്ട്.